നമ്മൾ ഫുഡ് കഴിക്കുമ്പം നമ്മൾ 200 രൂപ കൊടുത്താൽ നമ്മൾ 150 രൂപ കൊടുത്താൽ വേർത്തായിട്ടുള്ള ജനറലി വേർത്തായിട്ടുള്ള സാധനം കിട്ടുന്നുണ്ട്. കൈ സോപ്പിട്ട് കഴുകേണ്ട അവസ്ഥയാവുന്നുണ്ട്. ചില ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാൽ 501 ബാർ സോപ്പിട്ട് കഴുകണം. ശരിക്കും ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര. എന്നിട്ട് അന്നത്തെ ദിവസം മൊത്തം 10 ലിറ്റർ വെള്ളം കുടിക്കണം. ഇതൊന്നും ആർക്കും ഒരു പരാതിയില്ല. 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇത്രയും ഇലക്ട്രിസിറ്റി ബില്ലും ഇതെല്ലാം വെച്ചിട്ട് ഇദ്ദേഹത്തിന് അത് കൊടുക്കാൻ പറ്റും. പലയിടത്തും 3 രൂപ കടയുണ്ട്. ഞാൻ താങ്കൾക്ക് കടയിട്ട് തരാം, താങ്കൾക്ക് 3 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. ഇപ്പോൾ യൂസ്ഡ് ഓയിലുകൾ വരും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ഹൈജീനെ പറ്റിയും ചിന്തിച്ചു. അപ്പം ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന വ്യക്തിത്വങ്ങൾ ചെറിയ ചെറിയ ടക്ക് ഷോപ്പുകൾ തുടങ്ങും. ഇപ്പോൾ അയാളെ ഒരു 1 കോടി രൂപ ഉണ്ട്, ഇല്ല 50 ലക്ഷം രൂപ ഉണ്ട്, അയാൾ 5 എണ്ണം തുടങ്ങണം. ചെറിയ ടക്ക് ഷോപ്സ് തുടങ്ങണം. അപ്പോൾ ഓരോ ഏരിയയിൽ ഇത് കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, ഇപ്പോൾ താങ്കൾ ഈ കേർട്ടനെയും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കംപ്ലീറ്റ് ഗ്ലാസ്സിൽ പേപ്പർ ഒട്ടിക്കാൻ തന്ന കൊട്ടേഷൻ 50,000 രൂപയാണ്. 8,000 രൂപയ്ക്കാണ് ഞാൻ കേർട്ടൻ ഇട്ടേക്കുന്നത്. 42,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അതും നല്ല ക്രിയേറ്റീവായിട്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ മാറി ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മളൊരു 25 ലാഖിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 15 ലക്ഷം രൂപയ്ക്കകത്ത് വർക്ക് തീർത്ത് 10 ലക്ഷം രൂപ ബാക്കപ്പ് ഫണ്ടായിട്ട് വെച്ച് അതിന് ബ്ലോഗിങ് കാര്യങ്ങൾ, അതിൻ്റെ മാർക്കറ്റിങ്, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഓതൻറ്റിക് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ ഷെഫും നിങ്ങളെ കോമി സ്റ്റാൻഡേർഡ് നിങ്ങളെ കിച്ചൻ്റെ സ്റ്റാഫുകളാണ് നിങ്ങളെ ബിസിനസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിലൊന്ന് നിങ്ങളായിരിക്കണം. നമുക്കറിയണം അല്ലേ? അറിയാം. 1 കിലോ ബീഫ് പോയി, 2 കിലോ ബീഫ് പോയി, ഇത് നിങ്ങൾ പഠിക്കണം. അതിപ്പോൾ എൻ്റെ അക്കാഡമിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 മാസം വന്ന് കുറച്ച് പൈസ എനിക്ക് തന്ന് നിങ്ങളത് പഠിക്കണം. ആ പൈസ നിങ്ങൾക്ക് തന്നെ ലാഭം ഉണ്ടാവും. ഒരു ഹ്യൂജ് ലോസിൽ നിന്ന് കരകയറാം. ഇല്ല, അപ്പോൾ ഒന്നേ നിങ്ങൾ തുടങ്ങണമെന്ന് തീരുമാനിക്കും, ഇല്ലേ തുടങ്ങേണ്ട തീരുമാനിക്കും. അപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് റീസൈക്കിൾ ബിന്നും മറ്റേതും പറഞ്ഞ കമ്പ്യൂട്ടറിനെ പറ്റി പറ്റിക്കുന്നതാണ്. പറ്റിക്കത്തില്ല. നിങ്ങൾക്ക് ഫുഡ് വേസ്റ്റ് എന്താണ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, 1 കിലോ ബിരിയാണി റൈസിൽ എത്ര ബിരിയാണി വെക്കാൻ പറ്റും, ഇപ്പോൾ 4 ടേബിള് അല്ലെങ്കിൽ 10-12 ടേബിൾ വരുന്നു. ഇപ്പോൾ 4 ടേബിളിന് ഒരു സർവീസ് ബോയ്, 12 ടേബിളിന് 3 സർവീസ് ബോയ്, 3 സർവീസ് ബോയ്ക്ക് ഒരു റണ്ണർ, മനസ്സിലായില്ലേ? ഒരു റണ്ണറിന് 2 ഹെൽപ്പർ. ഇങ്ങനൊരു ഫോർമുലയുണ്ട് ഇതിന്. ഈ ഫോർമുല വെച്ച് വർക്ക് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. ഇതിപ്പം ബാക്കിയുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങളെല്ലാം രക്ഷപ്പെടുന്നതിൻ്റെ റീസൺ അവർ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇപ്പോൾ പല ഫ്രാഞ്ചൈസിക്കും ഇവിടെ 1 കോടി രൂപയാണ്. അത് കൊടുത്ത് ഒരാൾക്കാർ ആ ഫ്രാഞ്ചൈസി എടുക്കുന്നത് ആ സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ്. അവരുടെ അടുത്ത് ചെന്നിട്ട് പൈസ ഇല്ല, എനിക്ക് കടം തരണമെന്നില്ല, അവരപ്പോഴേ പെട്ടിയും കടക്കെ എടുത്ത് പോകും. അല്ലേ? ഹ്യൂജ് ബ്രാൻഡ്സ് ആരും നിൽക്കത്തില്ല. അപ്പം നമുക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകണം. ഇപ്പോൾ 1 വർഷം 2 വർഷത്തോളം നമുക്ക് സമയമെടുക്കും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ. പിന്നെ ഇവിടെ വേറൊരു മണ്ടത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് തുടങ്ങും, എന്നിട്ട് വലിയ താരങ്ങളെ കൊണ്ടുവന്ന് ഇനോഗ്രേറ്റ് ചെയ്യും. നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? നിങ്ങൾ ആദ്യം ഒരു സോഫ്റ്റ് ഓപ്പണിങ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. എന്നിട്ട് താരങ്ങളെ വിളിക്കുക. ഈ വരുന്നവരാരും നിങ്ങളെ കാണാനോ നിങ്ങളെ ഭക്ഷണം കഴിക്കാനോ അല്ല, താരത്തിനെ കാണാനാണ്. അവരുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടാൻ 25 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപ കൊടുത്തത്. നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്ന താരങ്ങളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അവർ നിങ്ങളുമായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, നിങ്ങളുമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. നിങ്ങളെ ബിസിനസ് രക്ഷപ്പെടുന്നു എന്ന് പറയണം. ഈ എത്രയോ റെസ്റ്റോറൻറ്റുകൾ തുറന്ന താരങ്ങളുണ്ട് ഇവിടെ. അത് പൂട്ടിയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് പോലും എനിക്കറിയില്ല. അത് അവരുടെ നൺ ഓഫ് ദിയർ ബിസിനസ് ആക്ച്വലി. പക്ഷേ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിർത്തുക. അത് സിനിമാ താരമായാലും ശരി, ഷെഫന്മാരായാലും ശരി, ആരായാലും ശരി. നാളെ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കണം, ഒരു സംശയം ചോദിച്ചാൽ വേണം. ഇടയ്ക്കൊന്ന് വന്ന് അവർക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 25 ലാഖ് കൊടുത്തൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്ത് ഒരു ക്രിസ്മസ് സമയത്ത് ഒരു വിസിറ്റ് കൂടെ അടിച്ച് ഈ റെസ്റ്റോറൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എൻ്റെ കാഴ്ചപ്പാടുള്ളതൊക്കെയാണ്. ഞാനിപ്പോൾ ഏത് റെസ്റ്റോറൻ്റാണ് ഞാൻ വിളിച്ച് അന്വേഷിക്കും, മക്കളെ എങ്ങനെ പോകണ്ട, അടിപൊളിയാണോ, ഇന്ന കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ തുറന്നൊരു നമ്മൾ വിളക്കെത്തിച്ച് കൊടുത്തൊരു സ്ഥാപനം രക്ഷപ്പെട്ട് പോകണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. പിന്നെ നമ്മൾ പറയാതെ കേൾക്കാതെ പോയിട്ട് ചാണാക്കുഴി ചെന്ന് വീണാൽ നമുക്കൊന്നും ചെയ്യാം. മലയാളികൾ കൂടുതലും ക്വാണ്ടിറ്റിയിലാണോ ക്വാളിറ്റിയിലാണോ ഫോക്കസ് ചെയ്യുന്നതെന്ന് എപ്പോഴും ഒരു ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം. എന്താണ് ഷെഫിന് അത് തോന്നിയിട്ടുള്ളത്? അത് ഞാൻ പിന്നെയും പറഞ്ഞല്ലോ, നമ്മളെ ജനറ്റിക് എഞ്ചിനീയറിങ്, മണി മേക്സ് യു റിച്ച്, ബ്ലഡ് മേക്സ് യു റോയൽ എന്നാണ്. പണം കൊണ്ടൊരിക്കലും നമുക്ക് നമ്മളെ ക്വാളിറ്റി കൂട്ടാൻ പറ്റില്ല. രക്തത്തിൽ വരണം. നമുക്ക് പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ബ്യൂട്ടിഫൈ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, ക്വാളിറ്റി കൂട്ടാമെന്ന് പറ്റും. അപ്പം നമ്മളൊരു ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ താങ്കൾ ഒരു സ്റ്റേക്ക് കഴിക്കുന്നത്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹയാത്തിൽ പോയി ഒരു സ്റ്റേക്ക് കഴിച്ചു. ഒരു സ്റ്റേക്കിന് 2000 രൂപ.
200 ഗ്രാം ഇറച്ചിയേ ഉള്ളായിരുന്നു. 200 ഗ്രാം ഇറച്ചി, പിന്നെ സോസ് കാര്യങ്ങൾ വെജിറ്റബിൾ. 200 ഗ്രാം ഇറച്ചി, മൊത്തത്തിൽ 350 ഗ്രാം ഉണ്ടായിരുന്നു ഫുഡ്. മാഷ് പൊട്ടറ്റോസ് ഒരു 80 ഗ്രാമോളം, വെജിറ്റബിൾസ് എല്ലാം ഇതെല്ലാം വെച്ചാൽ 350 ഗ്രാം, 2000 രൂപ വാങ്ങിച്ചു. കാരണം എനിക്ക് ആ ടെൻഡർലോയിൻ മീറ്റ് കിട്ടണം, അത് കഴിക്കുമ്പോൾ ജ്യൂസി ആയിരിക്കണം, മീഡിയം റയർ ആയിരിക്കണം, എനിക്ക് ആ മാഷ് പൊട്ടറ്റോസ് വിത്ത് ബട്ടർ കിട്ടണം. സോ എൻഡ് ഓഫ് ദ ഡേ അത് എൻ്റെ ക്വാളിറ്റിയോ ഇല്ല എൻ്റെ ചിന്താഗതിയിലോ ഐ ഡോണ്ട് ഫീൽ ഇറ്റ് എക്സ്പെൻസീവ്. അപ്പോൾ എനിക്കൊരു മുഗൾ ബിരിയാണി കഴിക്കണം. അപ്പോൾ ബ്രദർ എന്നെ വിളിക്കുകയാണ്, കുങ്കുമപ്പൂ വെച്ച് വേണം ബിരിയാണി ചെയ്യാൻ, അതാണ് ബിരിയാണിയുടെ പീക്ക്, പിനാക്കൽ ഓഫ് ബിരിയാണി. ജാസ്മിൻ റൈസ് വേണം, ഏറ്റവും നല്ല ഗീ ആയിരിക്കണം യൂസ് ചെയ്യണം, റോസ് വാട്ടർ മാൻഡേറ്ററി ആണ്, ചിക്കൻ വെൽ മാരിനേറ്റഡ് ആയിരിക്കണം, ബിരിയാണിയുടെ കൂടെ എനിക്ക് ഈത്തപ്പഴം അങ്ങനെ എന്തെങ്കിലും സൈഡ് ഇത് വേണം. ആ ബിരിയാണി വിൽ ബി വെരി എക്സ്പെൻസീവ്. അതിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കും, മുന്തിരിങ്ങ ചേർക്കും, അത് ഗാർണിഷ്ഡ് വിത്ത് സാഫ്രൻ ഫ്ലവേഴ്സ്. ഈ ബിരിയാണിക്ക് ഇവിടെ 150 രൂപയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റും. നമ്മൾ എവിടുന്ന് എങ്ങനെ ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ റോഡ് സൈഡിലൊരു ബിരിയാണി 100 രൂപയ്ക്ക് വിൽക്കുന്നെങ്കിൽ ഇതേപോലത്തെ റെസ്റ്റോറൻറ്റിൽ 200 രൂപയ്ക്ക് വിൽക്കണം. കറക്റ്റ്. അപ്പോൾ ഇതേ കണക്കത്തെ റെസ്റ്റോറൻറ്റിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറരുത്, 100 രൂപയുടെ ബിരിയാണി കഴിച്ചിട്ട് പോവാം. ഈ റെസ്റ്റോറൻറ്റിൽ വരുമ്പം 200 രൂപയുടെ ബിരിയാണിയെ എങ്ങനെ ബ്യൂട്ടിഫൈ ചെയ്ത് 250 ആക്കി ഏറ്റവും പ്രീമിയം രീതിയിൽ എങ്ങനെ കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഞാനിഞ്ഞ് വിളിക്കും, ഞാൻ വിളിച്ചു പറയുമ്പോൾ ബിരിയാണി ദമ്മാണോ? അല്ല സർ, ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതാണോ? ഓക്കെ നൈസ്, എനിക്ക് ബോൺ പീസ് വെച്ച് തരണം, ഒരു എക്സ്ട്രാ പീസ് കൂടെ വെച്ചോ, എഗ് ഉണ്ടോ? മാൻഡേറ്ററി ആണ്, എനിക്കൊരു ബോയിൽഡ് എഗ് ആണ്. റൈത്ത ആണോ അതോ വിനീഗർ സാലഡാണോ? എനിക്ക് റൈത്ത ചെയ്താൽ യു ചാർജ് മീ 50 റുപ്പീസ് എക്സ്ട്രാ. കഴിച്ച് വല്ലതും പറയാൻ പറ്റും. ഇത് ഓരോരുത്തരുടെ തോട്ട് പ്രോസസ്സാണ്. ഇവിടെ പലരും വരും, എന്തുകൊണ്ട് സ്പെഷ്യൽ എന്തുകൊണ്ട്? ഞാൻ പറയും വാഴപ്പൂ ഫിഷ് ബിരിയാണിയാണ്. പൊറോട്ട ഉണ്ടോ? ബീഫുണ്ടോ? പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്തോ പറയാനുണ്ട്, ഒന്നും പറയാനില്ല. പൊറോട്ടയിലും ബീഫ് ഭയങ്കര ഹൈപ്പാണ്, വെറുതെയാണ്. ഇപ്പോൾ വാഴപ്പൂ ഫിഷ് ബിരിയാണി, വാഴപ്പൂ ഷ്രെഡ് ചെയ്ത് ആംബ്രോസിയ ഫ്ലവേഴ്സ്, അതായത് ബട്ടർഫ്ലൈ ബ്ലൂ പീ ഫ്ലവർ ഇട്ട് തിളപ്പിച്ച് റൈസ് കുക്ക് ചെയ്ത്, കിങ് ഫിഷ് ഷാലോ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് സ്പെഷ്യൽ ഹെർബ്സും മസാലയും വെച്ച് ഇതേ കണക്ക് അണ്ടിപ്പരിപ്പ് റോസ് വാട്ടർ എല്ലാം ബ്ലെൻഡ് ചെയ്ത് വാഴപ്പൂനകത്ത് വെച്ച് കെട്ടി ദമ്മിട്ടാണ് ഈ ബിരിയാണി വരുന്നത്. കിങ് ഫിഷിൻ്റെ ബിരിയാണിയാണ്, നെയ്മീൻ ബിരിയാണി. 380 രൂപ വാങ്ങിക്കുന്നത്. പലർക്കും ഈ ബിരിയാണി എന്ന് പറയുന്നത് മീൻ പൊരിച്ച് ഉള്ളി റോസ്റ്റ് ചെയ്ത് ഒരു ഫിഷ് ഫ്രൈ റോസ്റ്റിനകത്ത് കെട്ടി തരുന്നതാണ് ഫിഷ് ബിരിയാണി. നമ്മളെ ബിരിയാണി അങ്ങനെ, നമ്മളെ പച്ച മസാല ആയിരിക്കും, ഫിഷിന് ഒരു ചെറിയ റോ ടച്ച് ഉണ്ടാവും. കാരണം ഒരു സീ ഫുഡും അമിതമായി കുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പ്രോൺസ് ആണെങ്കിൽ തലയും വാലും തൊടുമ്പോൾ കുക്ക്ഡായി 3 മിനിറ്റ് 4 മിനിറ്റ് തലയും വാലും തൊട്ട്. ഇവിടുത്തെ പ്രോൺസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് സദ്യയിലാണ്. എന്നിട്ട് കരിച്ച് മുരിച്ച് എന്നിട്ട് ആ ഫ്രൈ പാനിനകത്ത് അതും കൂടെ ചുരണ്ടി ചോറിനകത്തിട്ട് നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, കൊളസ്ട്രോൾ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകും. ആ പ്രോൺസ് ചത്ത് പണ്ടാരം അടങ്ങി റോസ്റ്റായി അതിൻ്റെ ജ്യൂസും വാട്ടറും എല്ലാം പോയി. പക്ഷെ നമ്മൾക്ക് കഴിച്ചതാ ശീലം. ഇപ്പോൾ പലരും ബിരിയാണി കഴിച്ചിട്ട് പറയും പ്രോൺസ് വെന്തില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ വരുമ്പം വാഴപ്പൂ ഫിഷ് ബിരിയാണി എന്തോ സ്പെഷ്യാലിറ്റി, ഇല്ലേ കരിക്കൻ ബിരിയാണി, എന്താണ് ഡിഫറൻസ് എന്താണ്? അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ചോദിക്കാം സ്പൈസി ആണോ? അപ്പോൾ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറയാം, ശ്രീജിത്തിന് ഒരു കോൺഫിഡൻസ് തരാം. ശ്രീജിത്ത് നമ്മളൊരു ടൈപ്പാണ്. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അറിയാം, ഓ ഇവന് ചോറും ചമ്മന്തിയും കൊടുത്ത് വിടുന്നതാണ് നല്ലത്, ഇതൊന്നും ആർക്കും പിടിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പം ചില ആൾക്കാർക്ക് എരിവ് എല്ലാ ദിവസവും വേണം. അച്ചാറും കൂട്ടി ദോശ തിന്നുന്ന ആൾക്കാരെ എനിക്കറിയാം. കാരണം എന്തെങ്കിലും എരിവ് തിന്നേ പറ്റും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സംബന്ധിച്ചോളം എല്ലാം ഒരു ബ്ലാൻഡ് ആയിരിക്കണം, അതിൻ്റെ എല്ലാം ടേസ്റ്റാണ്. അപ്പം കോഴി തന്നെ വെറുതെ തേങ്ങാപ്പാൽ പുഴുങ്ങി തിന്നുന്ന എനിക്കിഷ്ടം. അപ്പം മത്തി വാഴയിലേക്കകത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കരിവേപ്പിലയും കാന്താരിയൊക്കെ അടിച്ച് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ച് മടക്കി വെച്ച് ഇഡലി കൂട്ടത്തിനകത്ത് വെച്ച് പുഴുങ്ങിയിട്ട് ആ മത്തി എടുത്ത് തിന്നും. അതെനിക്കിഷ്ടം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല, പച്ചവാസനയെന്ന് പറയും. എവറിബഡീസ് ടേസ്റ്റ് ബഡ് ഈസ് ഡിഫറെൻറ്റ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ പുറത്തെ രാജ്യത്തൊക്കെ അങ്ങനെ പൊതുവെ സായിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയേക്കും. അപ്പോൾ അവർ ചോദിക്കും, ഇസ് ഇറ്റ് മീഡിയം റെയർ ഓർ വെൽ ഡൺ ഓർ ദാറ്റ്, ക്യാൻ യു മേക്ക് ഇറ്റ് എ ലിറ്റിൽ മോർ, ക്യാൻ യു പ്ലീസ്, ഇങ്ങനെയൊക്കെയുള്ള സംസാരമേ ഉള്ളൂ.